ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന NTES എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ആപ്ലിക്കേഷനാണ്. ഇത് റെയിൽവേ യാത്രക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. നാഷണൽ ട്രെയിൻ എൻക്വയറി സർവീസ് എന്ന പേരിൽ റെയിൽവേ തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഈ ആപ്പ് പരിമിതമായ ആളുകൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്വകാര്യ ആപ്പുകളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് നിരവധി തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളിൽ മനസ്സിലായിട്ടുണ്ട്. നമുക്ക് അറിയാം, ഇതിനകത്ത് എല്ലാം വളരെ കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് ആ പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് പുനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ അറൈവൽ ടൈം, അത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സ്റ്റേഷനിലാണ് വരുന്നത്, ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്, എപ്പോഴാണ് ഡിപ്പാർച്ചർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വകാര്യ ആപ്ലിക്കേഷനകത്ത് തെറ്റായ വിവരങ്ങൾ, കൊങ്കൺ റെയിൽവേയുടെ മാറിയ സാഹചര്യം വിലയിരുത്തുന്നതിൽ തെറ്റ് പറ്റിയിരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പരിഹാരം എന്നതിലാണ് NTES അവരെ വളരെ പരിമിതമായ ആളുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. കൃത്യമായ വിവരങ്ങളാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. സ്വകാര്യ കമ്പനിയുടെ ആപ്പ് വളരെ മികച്ചതായിരുന്നെങ്കിലും നമുക്കുള്ള പ്രധാനമായിട്ട് പ്രശ്നം, അത് തുറക്കുമ്പോൾ തന്നെ അതിനകത്ത് ആദ്യം തന്നെ കുറേ പരസ്യങ്ങളാണ് വരുന്നത്. പരസ്യത്തിന് ശേഷം ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ iOS സോഫ്റ്റ്വെയറിൽ ഇത് വളരെ ശോചനീയമാണ്, യൂസർ ഫ്രണ്ട്ലി അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആപ്പിന്റെ പ്രവർത്തനം. വിവരങ്ങളൊന്നും കൃത്യമായിട്ടും വരുന്നില്ല, വിവരങ്ങൾ കിട്ടാൻ താമസവും എടുക്കുന്നു, സെർച്ചിങ്ങും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാഷണൽ ട്രെയിൻ എൻക്വയറി സർവീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് വളരെ